ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു കോട്ട് വെച്ച് തുടങ്ങാം കേട്ടോ. സമയമാണ് ജീവിതം, സമയം പോയാൽ ജീവിതം പോയി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എനർജി എക്സ്ചേഞ്ച് ഞാൻ എന്തുകൊണ്ടാണ് വെക്കുന്നത്. ബിക്കോസ് ടൈം ഈസ് പ്രഷ്യസ്. ഒരു സമയം പോയി കഴിഞ്ഞാൽ ജീവിതം പോയി, നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അല്ലെ, ഒരു പൈസ കടം കൊടുത്ത് നമുക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റും. പോയ ടൈം നമുക്ക് ഒരിക്കലും തിരിച്ച് വാങ്ങാനോ അത് ഇമ്പോസിബിൾ ആണ്, തിരിച്ച് കിട്ടില്ല നമുക്ക്. അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന സമയം പോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിന്ന് 16 ആണല്ലേ, 16 7 എനർജിയാണ്. നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ എനർജി എന്താണ്. M&X ഫ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള സോളാർ ഫ്ലെയേഴ്സ് ഭൂമിയിലേക്ക് കിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരാനും ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം കൂടുതൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഈ ലൈറ്റ്സിന് നിങ്ങളുടെ ശരീരത്തേക്ക് എൻ്റർ ചെയ്യാനും ബാക്കി കാര്യങ്ങൾ നടക്കാൻ സാധിക്കുള്ളൂ. ബാക്കി സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ആവുന്ന സമയത്ത് പെട്ടെന്ന് അത് ആഗിരണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉറക്കം വരുമ്പോൾ എല്ലാവരും ഉറങ്ങുക, റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡ് നടക്കുന്നുണ്ട്. കാരണം അത്രയും ഹെവി ആയിട്ടുള്ള എനർജിയാണ് വരുന്നത്. M&X ഫ്ലെയേഴ്സ് എന്ന് പറയാം, സോളാർ ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. ഫോട്ടോജനറ്റിക് ആയിട്ടുള്ള ലൈറ്റാണ് നമ്മുടെ ചക്രാസ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓപ്പൺ ചെയ്തിരിക്കുക. ഇവിടെ പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ശബ്ദം കേട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി നോക്കാം കേട്ടോ. എനർജീസ് ഹെവി ആണെന്നും കൂടെയാണ് ഒരു ശബ്ദം നമുക്ക് പറഞ്ഞു തരുന്നത്. ഹെവി എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഡിവൈൻ മാസ്കുലിൻസിനൊക്കെ ഒരുപാട് എനർജി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻസിന് വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ സംസാരിക്കാതെ ജസ്റ്റ് മെസ്സേജ് വരും. നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് ഒന്നും പറയില്ല. കാരണം അവർക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് കാണുന്നത്. ഓക്കെ, യെസ് കണ്ടോ, വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ് ആദ്യം വന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഞാൻ പറഞ്ഞല്ലോ, കർമ്മ ക്ലിയറൻസ്, നമ്മുടെ ഡെസ്റ്റിനി, നമുക്ക് ക്ലിയർ ചെയ്യേണ്ട പല പല കാര്യങ്ങളും ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മദർ വൂൺസ്, ഫാദർ വൂൺസ്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഹീൽ ചെയ്യാൻ ഇനിയുള്ളത് ആ കാര്യങ്ങളാണ് സർഫസിൽ വരാൻ പോകുന്നത് കേട്ടോ. വേൾഡ് കാർഡ് ഒരുപാട് ലെസൺസ് പഠിപ്പിക്കും. നമ്മുടെ ലൈഫിൽ കാണുന്ന ഓരോരുത്തരും ഒരു 95% ആൾക്കാരും നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളത് പഴയ ജന്മത്തിൽ നിന്നാണ്. ബാക്കി ഒരു 5% മാത്രമേ പുതിയ സോളുകളുടെ പ്രസൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ട ആൾക്കാരെ തന്നെയാണ് പിന്നെയും കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെയും കാണുന്നത്? പഠിക്കാൻ തരുന്ന ലെസൺസ് പഠിക്കാതെ നിങ്ങൾ മായാലോകത്ത് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ സോൾ ലെസൺസ് പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക, സോളിൽ ഇവോൾവ് ആക്കുക. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്ലോ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടും ഒരു റിലേഷൻഷിപ്പ് ആയിട്ടും ഒരു ഓഫറായിട്ടൊരു പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ധൃതി വെക്കാതിരിക്കുക. കുറേ പേരൊക്കെ പേഴ്സണെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ധൃതി വെക്കുന്നവർക്കൊന്നും ലൈഫിൽ നടക്കുക, ലാഗേ വരുള്ളൂ. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. യൂണിവേഴ്സ് പെട്ടെന്നല്ല തരും, വലിയ തരും. അപ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കണം. യെസ്, ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്യുക. സബ് കോൺഷ്യസ് എനർജി ബാലൻസ് ചെയ്യുക.